വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയില്ല എന്ന AICC വക്താവ് ഷമാ മുഹമ്മദിന്റെ വിമർശനത്തിൽ പ്രതികരണവുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ. ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ല, വിമർശനത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. വനിതാ ബിൽ പാസ്സായതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു വനിത മാത്രമാണ് ഉള്ളത് എന്നത് സങ്കടകരമായ കാര്യമാണെന്നായിരുന്നു ഷമ പറഞ്ഞത്. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഷമാ മുഹമ്മദ് പാർട്ടിയെ സംബന്ധിച്ച് ആരുമല്ല, അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ള വിശദീകരണം അവരോട് ചോദിക്കണം എന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. അങ്ങനെ സംഭവിച്ചു കാണൂ. അല്ല, നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്? ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. അബു സാറിന് അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല. ഇവരങ്ങൾക്ക് അറിയില്ല. മോനെ, അന്നൊരു മനുഷ്യജീവിക്ക് അറിയില്ലട്ടോ. അറിയില്ല. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല. എല്ലാവരും സ്വീകരിക്കും, മലയാളികൾ എല്ലാവരും സ്വീകരിക്കും. ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഷമാ മുഹമ്മദ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താവാണ് എന്ന കാര്യം K സുധാകരന് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യവും ചില വിമർശകർ ഉന്നയിക്കുന്നു. അപ്പൊ ഞാൻ പൊട്ടന? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടന? മലയാ, ഞാൻ പോകണേ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകാത്തതിൽ കുറ്റബോധമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. വനിതകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകണമെന്നായിരുന്നു ആഗ്രഹം. ഷമാ മുഹമ്മദിന്റെ പ്രസ്താവന മാനിക്കുന്നുവെന്നും PD സതീശൻ പറഞ്ഞു. തെറ്റൊന്നുമില്ല, പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടുതൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണമായിരുന്നു. എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ഞാൻ പറഞ്ഞതാ സാറേ, അവൻ മറന്നുപോയതായിരിക്കും. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാർ. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് കമ്പനിയായ ആര് കമ്പനിയായി?